Welcome guys, welcome to 12th standard, welcome to economics. So we are into our first chapter of this academic year first chapter. So in this year we have two textbooks. One is introductory microeconomics, other is introductory macroeconomics. So both of the textbooks are having 6 chapters each. So 6 plus 6, total 12 chapters. 12 പാഠങ്ങളാണ് ഈ വർഷമുള്ളത്. So when we study all those 12 chapters, 12th standard economics is done and dusted. So today we will be looking into the first textbook, or we cannot say first and second, but first textbook, introductory microeconomics. So the first chapter is introduction. So before going to introduction and all, why we are having two textbooks? എന്തുകൊണ്ട് രണ്ട് ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ്? What is the difference between this macroeconomics and microeconomics? So this micro is a word which you have heard earlier. അതായത് മുമ്പ് കേട്ടൊരു വാക്കായിരിക്കാം മൈക്രോ ഓർഗാനിസംസ്, മൈക്രോസ്കോപ്പ്. അതുപോലെ മാക്രോ നമ്മൾ അവിടെ എവിടെയെല്ലാം കേട്ടിട്ടുണ്ടാവും. മാക്രോ ആംഗിൾ അല്ലെങ്കിൽ മാക്രോ ക്യാമറ അല്ലെ മാക്രോ ലെൻസ്, ആ രീതിയിലെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ മൈക്രോ കംസ് ഫ്രം എ ഗ്രീക്ക് വേർഡ് വിച്ച് മീൻസ് സ്മോൾ, ആൻഡ് മാക്രോ മീൻസ് വൈഡ്. അത് നമ്മൾ ക്രിക്കറ്റിലെല്ലാം വൈഡ് എല്ലാം പറയുമ്പോൾ, സോ മൈക്രോ മീൻസ് സ്മോൾ ആൻഡ് മാക്രോ മീൻസ് വൈഡ്. അപ്പോൾ ആ വാക്കിൽ തന്നെ നമുക്കൊരു we can understand a difference. One is talking about something small and one is talking about something big, അല്ലെങ്കിൽ ഒരു വൈഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ വലിയ ഒരു ലാൻഡ്സ്കേപ്പിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് മാക്രോ. സോ ദിസ് ഫസ്റ്റ് തിങ് ദാറ്റ് മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യങ്ങൾ, ഒരു ലൈക്ക് ഹൗസ് ഹോൾഡ്സ്, ലൈക്ക് ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ബട്ട് മാക്രോ എക്കണോമിക്സ് എക്കണോമി ആസ് എ ഹോൾ, എക്കണോമിയുടെ മൊത്തത്തിലുള്ള ഒരു പിക്ചറാണ്. കുറേ കൂടി ക്ലിയർ ആവണമെങ്കിൽ ഒരു ഐ വ്യൂവിനെ കുറിച്ച് പറയാം. വേംസ് ഐ വ്യൂ, ബേർഡ്സ് ഐ വ്യൂ. വേമിൻ്റെ ഐ വ്യൂ എങ്ങനെയായിരിക്കും? വേം നിലത്തുകൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നു. അപ്പോൾ ആ വേമിന് അതിൻ്റെ നിലം കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് വളരെ അടുത്താണ്, ആ നിലമായിട്ട് വളരെ ക്ലോസ് ആണ്. അപ്പോൾ ആ ചെറിയൊരു ഏരിയയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ദാറ്റ്സ് വേംസ് ഐ വ്യൂ. വെറസ് മാക്രോ ഈസ് വാട്ട്? മാക്രോ ഈസ് ബേർഡ്സ് ഐ വ്യൂ. ഒരു പക്ഷിയുടെ കണ്ണിലൂടെയാണ് നമ്മൾ കാണുക. അപ്പോൾ പക്ഷി ഉയരത്തിലാണ് പറക്കുക. സോ പക്ഷി മൊത്തത്തിൽ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ പക്ഷി വാട്ട് ദ ബേർഡ് വിൽ ബി സീയിങ് ദ ഹോൾ വില്ലേജ്. ഒരു മൊത്തത്തിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ പിക്ചർ ആയിരിക്കും ആ ഒരു പക്ഷി കാണാൻ സാധിക്കും. സോ ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഐ വ്യൂ, വലിയ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഐ വ്യൂ, ഇതാണ് ആ ഒരു ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഇൻകം ഓഫ് എ പേഴ്സൺ, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകം. സോ ദാറ്റ് ആ കീവേഡ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഓഫ് എ, ആ ഒരു കീവേഡാണ് ഈ മൈക്രോ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, അതായത് ഒരാളുടെ ഡിമാൻഡ്, ഒരാളുടെ അല്ലെങ്കിൽ ഇൻകം ഓഫ് എ പേഴ്സൺ, അതായത് ഓഫ് എ പേഴ്സൺ. അതേ കുറച്ച് ഇൻകം ഓഫ് എ കൺട്രി, നമുക്ക് ഇൻകം ഓഫ് എ കൺട്രി അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ അത് മാക്രോയിലേക്കാവുന്നു. സോ ദാറ്റ് യു ഹാവ് ടു ഈ സ്മോൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് കൂടിയാണ് ഒരു വലിയ സിറ്റിസൺസും വലിയ നേഷൻസും എല്ലാം ഉണ്ടാവുന്നത്. സോ ആ ഒരു മൊത്തം നേഷൻ്റെ ഒരു ഇൻകത്തെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ മൊത്തം നേഷൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെവൽ, ജി ഡി പി എന്നൊന്നും കേട്ട് പേടിക്കണ്ട, വി വിൽ ബി ലേണിംഗ് ദാറ്റ് സൂൺ. അതുപോലെ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഈ വേർഡ് കണ്ടില്ലേ, അഗ്രിഗേറ്റ്. ഈ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, അതായത് ഓരോ പേഴ്സൻ്റെയും ഡിമാൻഡ് കൂട്ടിയാണ് എന്താകുക, അഗ്രിഗേറ്റ്, മൊത്തത്തിലുള്ള ഡിമാൻഡ് ഉണ്ടാവുക. അപ്പോൾ ഈ മൊത്തത്തിൽ ആകെ എസ് എ ഹോൾ ഈ രീതിയിൽ വരുമ്പോൾ മാക്രോയിലേക്ക് പോകും. അപ്പോൾ അതാണ് നാഷണൽ ഇൻകം, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ. അപ്പോൾ ജി ഡി പി, എംപ്ലോയ്മെൻറ്റ് ലെവൽ. നമ്മൾ തൊഴിലില്ലായ്മ എല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇല്ലല്ല തൊഴിലില്ലായ്മ ചർച്ച ചെയ്യുക, അതൊരു മാക്രോ ആസ് എ ഹോൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ചർച്ച ചെയ്യുക. പക്ഷേ ഈ മൈക്രോ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ രീതിയിൽ, അതായത് ഇൻകം ഓഫ് ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഒരാൾ എന്നുള്ള അർത്ഥമല്ല, മേ ബി ഇറ്റ് ക്യാൻ ബി എ ഫേം. ഒരൊറ്റ കമ്പനിയുടെ കാര്യം തന്നെ എന്ത് പറയാം, മൈക്രോ എക്കണോമിക്സിന് ചർച്ച ചെയ്യുക. ഇൻകം ഓഫ് എ ഫേം അല്ലെങ്കിൽ സപ്ലൈ ഓഫ് എ ഫേം, ഒരു ഫേം ചെയ്യുന്ന സപ്ലൈ എന്താക്കാം, ഈ മൈക്രോ എക്കണോമിക്സിൽ ചർച്ച ചെയ്യാം. പക്ഷേങ്കിൽ മൊത്തത്തിലുള്ള ഒരു ഇൻഡസ്ട്രി, അതായത് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ എന്താവും, മാക്രോ എക്കണോമിക്സിലേക്ക് പോകും. സോ ഇതാണ് നമ്മൾ ആസ് എ നട്ട്ഷെൽ ഈ ഒരു ഡിഫറൻസ്. അതായത് ഈ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് എന്നൊരു കീവേഡ് മൈക്രോയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സ്മോൾ, ആ ഒരു കീവേഡ് മൈക്രോ ആയിട്ട് അസോസിയേറ്റഡ് ആണ്. മാക്രോയിൽ എക്കണോമി ആസ് എ ഹോൾ, മൊത്തത്തിലുള്ള
അഗ്രിഗേറ്റ്, അതായത് എല്ലാം കൂടി കൂടിച്ചേർന്നിട്ടുള്ള, അതായത് ഇൻകം ഓഫ് എ നേഷൻ അല്ലെങ്കിൽ ഇൻകം ഓഫ് എ സൊസൈറ്റി, ഇവിടെ ഇൻകം ഓഫ് എ പേഴ്സൺ, ഇവിടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, അപ്പോൾ ഇവിടെ അഗ്രിഗേറ്റ്. അപ്പോൾ ഇൻഡിവിജ്വൽ സ്മോൾ എന്നത് മൈക്രോയിൽ വരുന്നു, നേരെ മറിച്ച് ഇവിടെ ഏതാണ് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ എസ് എ ഹോൾ എന്നുള്ള, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ മൊത്തത്തിൽ എന്നുള്ള രീതിയിൽ മാക്രോയിലും വരുന്നു. ഇതാണൊരു മാക്രോ ഡിഫറൻസ്. ഇത് തറവായിരിക്കുക. ഈ ഒരു ഡിഫറൻസിൽ വെച്ചിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് തന്നെ ഈ ഒരു വിഭാഗം. മാക്രോ എന്നത് വേറൊരു ടെക്സ്റ്റ് ബുക്കാണ്, മൈക്രോ എന്നത് ഇൻട്രൊഡക്ടറി എന്നുള്ളത് വേറൊരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ളൊരു തുടക്കം തന്നെ, ബേസിൻ്റെ തുടക്കം തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു മൊത്ത രാജ്യത്തിൻ്റെ ഒരു കാര്യങ്ങളായിരിക്കാം ഈ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ചർച്ച ചെയ്യുക. മൈക്രോ എക്കണോമിക്സിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു സപ്ലൈ കൺസെപ്ഷൻ, ആ രീതിയിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിലും ചർച്ച ചെയ്യുക. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഒരു ഡിസ്റ്റിൻഷൻ മനസ്സിലാക്കുക. ദർ ഈസ് സംതിങ് സ്പെഷ്യൽ അബൌട്ട് അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പെക്യൂലിയർ തിങ് ഉണ്ട്. അവർ നീഡ്സ് ആർ അൺലിമിറ്റഡ്. ദാറ്റ് എവ്രി വൺ ഇൻ ദ സൊസൈറ്റി നീഡ്സ് സംതിങ്. ദാറ്റ് സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ട്. ഒരാവശ്യവും ഇല്ലാത്ത ആരും തന്നെ ഇല്ല. ഈവൻ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് വിൽ ബി ഹാവിങ് നീഡ്സ്. Because need means that what is that need? We need shelter, we need food, we need clothes, we need health services, we need many things. Our needs are unlimited. എന്തെങ്കിലുമൊക്കെ ആവശ്യം എന്തായാലും ഉണ്ടാവും. ലൈക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹോസ്പിറ്റലിൽ പോകാത്ത ആരും ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് വി നീഡ് ഹെൽത്ത് സർവീസസ്. വസ്ത്രം ധരിക്കേണ്ടി വരും. സോ വി നീഡ് ക്ലോത്തിങ്. സോ വി നീഡ് മെനി മോർ തിങ്സ് ഇൻ ലൈഫ്. സോ എവ്രി വൺ ഇൻ ദ സൊസൈറ്റി, അതായത് ഒരാവശ്യവും ഇല്ലാത്ത ആരും തന്നെയും സൊസൈറ്റിയിലില്ല. സോ this picture, that this idea that everyone in the society is in need of something. And there is one more peculiar thing about our society is that everyone in the society is engaged in some kind of production of goods or services. Some kind of production of goods or services. ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷനിൽ എല്ലാവരും എൻഗേജ്ഡ് ആണ്. അതായത് സപ്പോസ് എ ഫാമർ ഈസ് കൾട്ടിവേറ്റിംഗ് റൈസ്. സോ കർഷകൻ അരി ഉണ്ടാക്കുന്നു. അപ്പോൾ he is engaged in the production of good. What is that good? Good is rice. He is engaged in the production of rice. And maybe a carpenter, he is engaged in that giving services or engaged in the production of making desk or benches. Someone who is having land is engaged in some kind of agricultural activities. ഈ ലാൻഡ് ഒന്നും ഇല്ലാത്ത ആൾ, അതായത് പ്രത്യേകിച്ച് സമ്പത്തൊന്നും ഇല്ലാത്ത ആൾ, he is having his labor as his asset. അവന് ജോലി ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഹീ ഈസ് റെഡി ടു ഗിവ് സർവീസസ്. അതായത് ഹീ ഈസ് എൻഗേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സർവീസസ്. എന്തെങ്കിലും ഒരു ലേബർ, അതായത് ജോലി എടുക്കുന്ന ആളാണെങ്കിൽ, ദിവസവേലിക്കുള്ള ആളാണെങ്കിൽ, അയാൾ എന്താണ് ഒരു എന്തെങ്കിലും ഒരു സർവീസിൽ എൻഗേജ്ഡ് ആണ്. ജോലി ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട് അയാൾക്ക്. സോ ഹീ ഈസ് റെഡി ടു ഡു സം സർവീസസ് ഓർ ഹീ ഈസ് എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സർവീസസ്. സോ everyone in the society is engaged in some kind of production or service. എന്തെങ്കിലുമല്ലോ ആരെങ്കിലും ചെയ്യുന്നുണ്ട്. That may be cultivation, that may be giving some services, some may be teaching, that is again a service, or so on. എല്ലാവരും എന്തെങ്കിലും എല്ലാം എന്താണ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൽ എൻഗേജ്ഡ് ആണ്. ഗുഡ്സ് മീൻസ് ഗുഡ്സ് ക്യാൻ ബി അഗ്രികൾച്ചറൽ ഗുഡ്സ് ഓർ സം കൈൻഡ് ഓഫ് എനി കൈൻഡ് ഓഫ് ടൂൾസ്. സർവീസസ് മേ ബി ലേബർ. അങ്ങനെ എന്തിലും അവരെന്താണ് എൻഗേജ്ഡ് ആണ്. സോ ദിസ് എൻഗേജ്മെൻറ്റ് ഈസ് നോട്ട് ഓൺലി ദ ഓൺലി തിങ് ദേ നീഡ്. അവർക്ക് ആവശ്യമുള്ള കാര്യത്തിലായിരിക്കും അവർ എൻഗേജ് ആയിട്ടുണ്ടാവുക. ബിക്കോസ് എ ഫാമർ ഈസ് കൾട്ടിവേറ്റിംഗ് ലാൻഡ്. ഫാമർ അരി ഉണ്ടാക്കുന്നു. ആ അരി അയാൾക്ക് മാത്രം ഭക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അയാൾ ഉണ്ടാക്കുന്നത്. ദാറ്റ് ആ അരി മാത്രമല്ല അയാളുടെ ആവശ്യവും. സപ്പോസ് എ ഫാമർ വിൽ ബി ഇൻ നീഡ് ടു എഡ്യൂക്കേറ്റ് ഹിസ് ചിൽഡ്രൻ, or he may be in need of good clothing, or he again wanted to make some good house. അതായത് ഒരു ഫാമറിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു തുണി വേണ്ടി വരും, വീടുണ്ടാക്കേണ്ടി വരും, മക്കൾ സ്കൂളിൽ പറഞ്ഞേക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും അതായത് അരി ഉണ്ടാക്കി ഭക്ഷിക്കുക എന്നത് മാത്രമല്ല അവരുടെ ആവശ്യം. സോ ദാറ്റ് ഈസ് നോട്ട് ഓൺലി ദ സോൾ നീഡ് ഓഫ് ദ ഫാമർ. ഫാമർ ഈസ് ഹാവിങ് മെനി അതർ മോർ നീഡ്സ്. ബട്ട് റൈറ്റ് നൗ ഹി ഈസ് എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ്. റൈസിൻ്റെ പ്രൊഡക്ഷനിൽ അവർ ഇപ്പോൾ എൻഗേജ്ഡ് ആണ്. പക്ഷെങ്കിൽ അത് മാത്രമല്ല അവരുടെ നീഡ്, അവർക്ക് വേറെയും നീഡ്സ് ഉണ്ട്. that goes on with everyone in the society. Everyone, ആരെങ്കിലും ഒരു ഗുഡ്സ്, ഫസ്റ്റ്ലി വി സെഡ്
everyone is engaged in some kind of goods or service. എന്തെങ്കിലും ഒരു ഗുഡ്സ് ഓർ സർവീസ് ആരെങ്കിലും എൻഗേജ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ആ ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടല്ലോ, അതായത് അവർ എൻഗേജ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമല്ല അവർക്ക് ആവശ്യമുള്ളത്, ദേ ആർ ഹാവിങ് സം അതർ നീഡ്സ്. സപ്പോസ് ഒരു ഡെയിലി വേജറിന് എന്താക്കണം, ഫ്രൂട്ട്സ് വേണ്ടി വരും, വെജിറ്റബിൾസ് വേണ്ടി വരും, സോ മക്കളെ സ്കൂൾ പറഞ്ഞേക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഫാമറിൻ്റെ കേസിലാണെങ്കിൽ അങ്ങനെ ആ റൈസ് മൊത്തം അവർ കുറച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് അവർ സ്വയം ഓൺ കൺസ്യൂം ചെയ്യുമെങ്കിലും they will be selling the rest of that to get some other needs. This കോമൺ ആയിട്ട് സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ് എന്താണ്, നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു, നമുക്ക് ആവശ്യത്തിനുള്ള അരി നമ്മൾ എടുക്കുന്നു, ബാക്കിയുള്ളത് നമ്മൾ പുറത്ത് വിറ്റ് നമ്മുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ദാറ്റ്സ് സിമ്പിൾ. ദാറ്റ്സ് ഹൗ ബിസിനസ് ആൻഡ് ഹൗ ദാറ്റ്സ് കോമൺ ഇൻ അവർ സൊസൈറ്റി. ദാറ്റ് people will be producing goods and they will be consuming some part of it and they will be selling some part of it to get some other needs. Again, there is a problem in that. അതായത് farmer has many needs, like as I said earlier, he may be in need of getting good house, he may be getting in need of getting good clothes for his children, or he may be in need of building a new house, but only thing he has is rice. ഈ റൈസ് വിറ്റിട്ട് വേണം ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ. ബട്ട് ഈ റൈസ് എന്താണ്, ലിമിറ്റഡ് ആണ്. this resource, the resource which the farmer is producing is limited. So that resource is limited means that this farmer cannot engage in all the cannot fulfill all his needs. ഫാമറിന് ഒരുപാട് നീഡ്സ് ഉണ്ട്. അതായത് എന്തുണ്ട്, ഫാമറിന് ക്ലോത്ത് വേണം, ഞാൻ പിന്നെ പറയുന്നത് ക്ലോത്ത് വേണം, കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കണം. എവറിത്തിങ് കനോട്ട് ബി ഫുൾഫിൽഡ് ബൈ ദിസ്. ഈ അരി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. സോ there comes the keyword, അതായത് അരി അല്ലെങ്കിൽ റൈസ് ഇസ് ലിമിറ്റഡ്. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം കൊടുക്കാൻ പറ്റുന്ന ഒരു ലേബർ ഉണ്ട്, ഒരാൾക്ക് ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട്, ബിക്കോസ് ഹി കനോട്ട് വർക്ക് ഫോർ 24 hours. ഈവൻ ഇഫ് ഹി വർക്ക് ഫോർ 24 hours, ഹി ഗെറ്റ് ഓൺലി സം എമൗണ്ട്. ഒരു നിശ്ചിത തുകയെ കിട്ടൂ. ആ തുകയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. റിസോഴ്സ് എന്താണ്, ലിമിറ്റഡ് ആണ്. ആ എക്കണോമിക്സിലെ വേർഡാണെന്ത്, സ്കേഴ്സ് എന്നുള്ള. ലിമിറ്റഡ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. സോ ബിക്കോസ് ഓഫ് ദിസ് ലിമിറ്റേഷൻ, ഈ സ്കെയർസിറ്റി ഉണ്ടാവുമല്ലോ, ഈ റിസോഴ്സിൻ്റെ സ്കെയർസിറ്റി കാരണം ഫാമർ ഈസ് ഫോഴ്സ്ഡ് ടു മേക്ക് എ ചോയ്സ്. So I have introduced you two keywords, scarcity and choice. So resources limited ആണ്, അല്ലെങ്കിൽ resources is scarce. ആ scarcity കാരണം farmer has to make a decision, or farmer is having 3 choices. What was our choices? Education, food, അല്ലെങ്കിൽ clothing, അല്ലെങ്കിൽ housing. They are having different choices. ആ ഫാമറിൻ്റെ ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു. സോ he has resources is limited. എല്ലാത്തിനുള്ള പൈസ ഇല്ല. So he has to choose something from this. Something from this. So that we have said 2 things. Resources are limited, and as of that he need to make choice between his needs. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നേ എന്താക്കാൻ പറ്റൂ, ഫാമറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. So that's it. Scarcity ഉണ്ടാവും. Scarcity leads to a decision making, or scarcity leads to choices. അപ്പോൾ ഞാൻ other scenario, think of the other scenario. Resources scarce അല്ല, ലിമിറ്റഡ് അല്ല. അരി എത്ര വേണമെങ്കിലും അരി ഉണ്ടാക്കാം. അരി ഉണ്ടാക്കിയാണെങ്കിൽ ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഈ അരി ലിമിറ്റഡ് ആയതുകൊണ്ടാണ് ഈ ആവശ്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ടി വരുന്നത്. സോ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് leads to choices. Okay. We said that farmer has to make choices. He has to take best possible choices. ഏറ്റവും അനുയോജ്യമായ ചോയ്സസ് തന്നെ ഫാമർ എടുക്കണം, ബിക്കോസ് ഹിസ് റിസോഴ്സസ് ഇസ് ലിമിറ്റഡ്. So in a whole, everyone in the society is engaged in some kind of production of goods or services. At the same time, everyone in the society is a consumer also. എല്ലാവരും എന്തെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നുകിൽ എന്തെങ്കിലും അരി ഉണ്ടാക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ജോലി കൊടുക്കുന്നവരുണ്ടാവും, ജോലി എടുക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ടാവും. സോ ദേ ആർ എൻഗേജ്ഡ് ഇൻ സം കൈൻഡ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അറ്റ് ദ സെയിം ടൈം ദേ ആർ ഓൾസോ ദ കൺസ്യൂമേഴ്സ്. അവർക്കൊരു ഗുഡ്സ് ആൻഡ് സർവീസസ് വേറെ പുറത്തുനിന്ന് ആവശ്യമുണ്ട്. ദാറ്റ്സ് എ സിമ്പിൾ ലോജിക് ഓഫ് സൊസൈറ്റി. എല്ലാവരും എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നോ സർവീസോ ഗുഡ്സോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗുഡ്സ് മീൻസ് അഗ്രികൾച്ചറൽ ഗുഡ്സ് ആവാം, എന്തെങ്കിലും ഒബ്ജക്ട്സ് ആവാം, ഷോപ്പ് നടത്തുന്നവരാവാം, അങ്ങനെ എന്തെങ്കിലും ആയാലും അവരെല്ലാവരും ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താക്കുന്നുണ്ട്,
പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ദേ ആർ ഓൾസോ ദ കൺസ്യൂമേഴ്സ് ഓഫ് സം കൈൻഡ് ഓഫ് അതർ ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് കുറച്ച് അവർ തന്നെ എടുക്കും. ബാക്കി വരുന്നത് കൊണ്ട് അവർക്ക് ആവശ്യമുള്ള മറ്റാവശ്യങ്ങൾ അവർ നിറവേറ്റും. ലൈക്ക് നമ്മൾ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ, ഫുഡ്, ക്ലോത്തിങ് എല്ലാം അവർ ഇത് കൊണ്ട് നിറവേറ്റും. ബട്ട് എന്താണ്, എവറിത്തിങ് കാൺ ബി ഡൺ ബിക്കോസ് റിസോഴ്സസ് ആർ സ്കേഴ്സ് ആൻഡ് ദേ ഹാവ് ടു മേക്ക് എ ചോയ്സ് ആൻഡ് ദേ ഹാവ് ടു മേക്ക് ദ ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ എമംഗ് ദീസ് ചോയ്സസ്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ചിലപ്പം മക്കളുടെ എഡ്യൂക്കേഷൻ ആവാം, എന്താവാം ഒരു ഫാദറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ അയാൾ അതിൽ ആ റിസോഴ്സ് അരി വിറ്റ് കിട്ടുന്ന പൈസക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. സോ ആസ് എല്ലാവരും, സോ our whole point is that everyone in the society is a producer, at the same time everyone in the society is a consumer. കൺസ്യൂം ചെയ്യുന്ന പറഞ്ഞാൽ ഗുഡ്സ് ഉപയോഗിക്കുന്ന ഉപഭോക്താവ്, കൺസ്യൂമേഴ്സ്, കൺസംഷൻ, ആ ഒരു എല്ലാവരും ഒരേ സമയം പ്രൊഡ്യൂസേഴ്സാണ്, പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആണ്, അതേസമയം കൺസംഷനിലും ഇൻവോൾവ് ആണ്. സോ ഇതുകൊണ്ട് തന്നെ ദി സൊസൈറ്റി ഹാസ് ടു ഗോ ഇൻ എ സിങ്ക്. ഒരു മൊത്തത്തിലൊരു പൊരുത്തം ഉണ്ടാവണം. ബിക്കോസ് വി കനോട്ട് പ്രൊഡ്യൂസ് എ തിങ് വിച്ച് ഈസ് നോട്ട് ഹാവിങ് എനി ഡിമാൻഡ്. ഒരു ഡിമാൻഡും ഇല്ലാത്ത ഒരു സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. വി ആർ വേസ്റ്റിംഗ് അവർ റിസോഴ്സസ്. സേ ഇൻ എ ലാൻഡ് വി ആർ ഒരു ലാൻഡ് ഉണ്ട്, വി ആർ കൾട്ടിവേറ്റിംഗ് ബോത്ത് റൈസ് ആൻഡ് വീറ്റ്. റൈസ് ഉണ്ടാക്കുന്നുണ്ട്, വീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. വി സേ ദാറ്റ് റൈസ് ഈസ് ഹാവിങ് നോ ഡിമാൻഡ്, ഓർ സേ വീറ്റ് ഈസ് നോട്ട് ഹാവിങ് നോ ഡിമാൻഡ്. വീറ്റിന് ഒരു ഡിമാൻഡും ഇല്ല. സോ ദാറ്റ് നമുക്കൊരു ലാൻഡിൽ വീറ്റ് വെറുതെ കൾട്ടിവേറ്റ് ചെയ്യാണ്. സോ ഡോണ്ട് വേസ്റ്റ് അവർ റിസോഴ്സസ്. ഇൻസ്റ്റെഡ് ഓഫ് കൾട്ടിവേറ്റ് റൈസ് തന്നെ കൾട്ടിവേറ്റ് ചെയ്യുക. അതായത് വീറ്റിന് ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് റൈസ് തന്നെ കൾട്ടിവേറ്റ് ചെയ്യണം. സോ വി വിൽ ഓൺലി ബി കൾട്ടിവേറ്റിംഗ് വിച്ച് ഈസ് ഹാവിങ് എ ഡിമാൻഡ്, വിച്ച് സൊസൈറ്റി ഡിമാൻഡ്. സോ വി വിൽ ബി ട്രാൻസ്ഫറിങ് അവർ റിസോഴ്സസ് ടു സംതിങ് വിച്ച് ഹാസ് ഡിമാൻഡ്. അതുപോലെ നേരെ തിരിച്ച് എന്താണ്, ഇപ്പോൾ അരിക്കൊരു ഡിമാൻഡും ഇല്ല. സോ റൈസ് ഈസ് നോട്ട് ഹാവിങ് എനി ഡിമാൻഡ്. സോ വി വിൽ ബി ഫോർഗോയിങ് അവർ റൈസ് കൺസപ്ഷൻ. അപ്പോൾ റൈസിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിട്ട് നമ്മൾ വീറ്റ് തുടങ്ങും, അല്ലെങ്കിൽ ആ ലാൻഡിൽ വേറെ എന്തെങ്കിലും ഫാക്ടറി ഉണ്ടാക്കും. അപ്പോൾ ഒരു ഡിമാൻഡുള്ള സാധനമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു സാധനമേ നമ്മൾ പ്രൊഡ്യൂസും ചെയ്യുന്നുള്ളൂ. ആൾക്കാർ ആവശ്യമില്ല എന്ന് തോന്നിയാൽ നമ്മൾ ആ നിർത്തി ആ റിസോഴ്സ് ഉണ്ടല്ലോ, അതായത് അവർ റിസോഴ്സ് ഹിയർ ദ ഫാമേഴ്സ് റിസോഴ്സ് ഈസ് വാട്ട്, ഫാമേഴ്സ് റിസോഴ്സ് ഈസ് ലാൻഡ്. അപ്പോൾ ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ ഗോ വിത്ത് സം അതർ ഒരു തൊഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്കും. ബിക്കോസ് സപ്പോസ് തെങ്ങിൽ കയറാൻ ആളില്ലെങ്കിൽ സോ വി ഫണ്ട് ടു നോ ദാറ്റ് ദർ ഇസ് എ ഡിമാൻഡ് ഫോർ ദാറ്റ്. സോ നമ്മൾ തെങ്ങിൽ കയറുന്ന ജോലിക്ക് പോകും. ഇൻ കേസ് തെങ്ങിൽ കയറാൻ നിറച്ചു ആൾക്കാരാണ്, നമുക്ക് പണിയില്ല, സോ വി വിൽ അഗെയിൻ ഗോ ഫോർ ഫാമിങ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പണിക്ക് പോകും. ദാറ്റ്സ് ദ ഡിഫറൻസ്. നമ്മൾ എന്താണോ ഡിമാൻഡ് ഉള്ളത്, അല്ലെങ്കിൽ വാട്ട് സൊസൈറ്റി വാണ്ട്സ്, സൊസൈറ്റി ഡിമാൻഡ്സ്, that we produce. We don't produce something which society doesn't need. സൊസൈറ്റിക്ക് ആവശ്യമില്ലാത്തൊരു സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യില്ല. ദാറ്റ് ഈസ് വേസ്റ്റേജ് ഓഫ് അവർ റിസോഴ്സസ്. വി ആർ വേസ്റ്റിംഗ് അവർ ലാൻഡ്, വി ആർ വേസ്റ്റിംഗ് അവർ ടൈം ആൻഡ് എഫേർട്ട്. സോ we will be transferring our limited resources to something which society demands. So that in that way we are having a sink in this production. ഒരു പൊരുത്തം ഉണ്ടാവും. അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ റിസോഴ്സസ് ഏറ്റവും നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെ പ്രൊഡക്ഷനും കൺസംഷനും എല്ലാം പോകും. അപ്പോൾ എക്കണോമിയിൽ മേജർലി 2 പ്രോബ്ലംസ് ആണുള്ളത്. അതായത് ഒന്ന്, ഹൗ ടു അലോക്കേറ്റ് ദീസ് റിസോഴ്സസ്. നമ്മുടെ ലാൻഡ് എന്തിനു ഉപയോഗിക്കണം? വീറ്റ് കൾട്ടിവേഷൻ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ റൈസ് കൾട്ടിവേഷൻ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കണോ? Again, the second problem is distribution of these resources. The first problem, as I said, was allocation of resources. Second is distribution. So അതായത് നമ്മുടെ ലിമിറ്റഡ് ആയിട്ട് റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, അത് നമ്മൾ ഗുഡ്സ് ഉണ്ടാക്കി, നമ്മൾ അരി ഉണ്ടാക്കി, അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് അരി വേണ്ട ആളുകളുണ്ട്, ഹൗ ക്യാൻ വി ഡിസ്ട്രിബ്യൂട്ട് ടു ദം? വി ഡോണ്ട് നോ ഹൂസ് ആർക്കാണ് ആവശ്യം നമുക്ക് അറിയില്ല. ആവശ്യമുള്ളവരുണ്ട്, എങ്ങനെ ആ ആവശ്യമുള്ളവരടുത്തേക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഒരു മേജർ ഒരു എക്കണോമിക് പ്രോബ്ലം ആയിട്ടുള്ളത്. നമ്മളെ വി ഹാവ് സെഡ് അബൌട്ട് ദർ ഈസ് സം പ്രോബ്ലംസ് ഇൻ ദ എക്കണോമി. എക്കണോമിയിൽ അല്ലെങ്കിൽ എക്കണോമി നമ്മൾ പഠിക്കാനുള്ള ഒരു കാരണമായിട്ടും ഈ ഒരു കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. സോ we are summing up our earlier discussion. First one was that reason for our problems was human wants are unlimited. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് ലിമിറ്റില്ല. സോ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് ലിമിറ്റില്ല. And again there is a second problem, there is a scarcity of resources.
അതായത് ഈ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള റിസോഴ്സസ് നമ്മളെടുത്തില്ല. ആ റിസോഴ്സ് പണമാവാം അല്ലെങ്കിൽ ലാൻഡ് ആവാം. സോ ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ്. അതായത് ഇന്ന് ഞാനൊരു പെണ്ണ് വാങ്ങി, എൻ്റെ ആവശ്യം അവിടെ അവസാനിക്കുന്നില്ല. ടുമാറോ ഐ വിൽ ബി നീഡ് ഓഫ് സംതിങ് എൽസ്, ഡേ ആഫ്റ്റർ ടുമാറോ ഐ വിൽ ബി നീഡിങ് ഓഫ് സംതിങ് എൽസ്. നാളെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടാവും, മറ്റന്നാൾ അതിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്. അത് ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. അത് കൊണ്ട് എന്തുണ്ട്, അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവുക. അതുമാത്രമല്ല പ്രശ്നം എന്താണ്, ഈ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള റിസോഴ്സസ് എന്താണ്, സ്കേഴ്സ് ആണ്. നമ്മുടെ കയ്യിൽ പണം കുറവാണ്, നമ്മുടെ കയ്യിൽ ലാൻഡ് കുറവാണ്, നമ്മുടെ കയ്യിൽ എന്താണ്, നമ്മുടെ ലേബർ അല്ലെങ്കിൽ ഒരു ദിവസം ഏൺ ചെയ്യാനാവുന്ന മണിയുടെ അളവ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു റിസോഴ്സ് എന്തുണ്ട്, സ്കേഴ്സിറ്റി ഉണ്ടാവാറുണ്ട്. ഈവൻ ഇഫ് വി ഹാവ് റിസോഴ്സസ്, ദിസ് റിസോഴ്സസ് ഹാവിങ് ആൾട്ടർനേറ്റീവ് യൂസ്. Suppose we decided to cultivate rice in land. So that same land can be used for making a factory. So what we have to do? We have to cultivate rice or make a factory. So ഈ എക്കണോമിക് പ്രോബ്ലംസിന് കാരണം which is the best thing to do. നമ്മൾ ആ ഒരു ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട് ലാൻഡിന്. ലാൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ what? Agriculture. Again it can be used for making factories. So what to do with this? ഈ ഒരു ലാൻഡിന് ആൾട്ടർനേറ്റീവ് യൂസ് ഉള്ളത് കൊണ്ട് തന്നെ വാട്ട് ടു ഡു വിത്ത് ദിസ് ലാൻഡ്, അത് വേറൊരു പ്രശ്നമാണ്. സോ നമ്മൾ സമ്മിങ് അപ്പ് ദിസ് തിങ്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. ദ നീഡ്സ് ഓഫ് ഹ്യൂമൻസ് ആർ അൺലിമിറ്റഡ്. അഗെയിൻ വിത്ത് ദിസ് റിസോഴ്സസ് വി ആർ, നമ്മുടെ നീഡ്സ് ഈ റിസോഴ്സസ് കൊണ്ടാണ് നമ്മൾ നിറവേറ്റുന്നത്. സോ ദാറ്റ് ആ റിസോഴ്സ് എന്താണ്, സ്കേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ there is again a problem because we don't have resources to fulfill our every need, so we have to make a choice. And again, if we have decided to use our resources and make our needs, these resources have alternative use, where എന്തെങ്കിലും ആവശ്യമില്ല. So which is our best thing to do? Or again this resources limited മാത്രമല്ല, വേറെ ആവശ്യങ്ങൾക്ക് ഈ റിസോഴ്സ് ഉപയോഗിക്കാൻ പറ്റും. So which is that thing which is our best choice to make? These all are some economic എന്താണ് റീസൺസ്. നമ്മുടെ പ്രശ്നമല്ല, ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോബ്ലം ബേസിക്കലി 2 പ്രോബ്ലം ഉണ്ട്. വൺ ഈസ് അലോക്കേഷൻ ഓഫ് ദിസ് റിസോഴ്സസ് ആൻഡ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിസ് റിസോഴ്സസ്. സോ ദിസ് കംസ്, ആ പ്രോബ്ലത്തിൻ്റെ എല്ലാം കാരണം ഇതാണ്. വൈ വി നീഡ് ടു അലോക്കേറ്റ് അവർ റിസോഴ്സസ്? ബിക്കോസ് അവർ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, because our resources are scarce. Why we need to make our best possible choice? Because there can be alternative use of this resource. നമ്മുടെ കുട്ടീനെ വേണമെങ്കിൽ എഡ്യൂക്കേഷന് പറഞ്ഞേക്കാമായിരുന്നു, അല്ലെങ്കിൽ വീടുണ്ടാക്കാം. ദ ഫാമേഴ്സ് ഏർലിയർ കേസ്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്ന് ഫാമർ ചൂസ് ചെയ്യണം. ബിക്കോസ് ആ പൈസ കൊണ്ട് that money is having different alternative uses. That's why we need that. These are the reasons for, അതായത് കാരണങ്ങളാണ് ഇത് എക്കണോമിക് പ്രോബ്ലത്തിന്. ഇനി നമ്മൾ എന്തെല്ലാണ് എക്കണോമിക് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ നോക്കാം. Now we will be looking to what are the problems faced by economy. Earlier we have discussed what are the reasons for these problems. ഈ പ്രോബ്ലത്തിൻ്റെ കാരണങ്ങളാണ് നമ്മൾ നേരത്തെ നോക്കിയത്. വാട്ട് വാർ ദാറ്റ്? നമ്മുടെ നീഡ്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ സ്കേഴ്സ്, ആൻഡ് അഗെയിൻ ദീസ് റിസോഴ്സസ് ആർ ഹാവിങ് ആൾട്ടർനേറ്റീവ് യൂസസ്. എന്താണ്, നമ്മുടെ നീഡ്സ് അൺലിമിറ്റഡ് ആണ്. സോ നമ്മുടെ ആ നീഡ്സ് നിറവേറ്റാനുള്ള റിസോഴ്സസ് സ്കെയറാണ്. ആ സ്കെയറായ റിസോഴ്സിന് തന്നെ ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. സോ ഇതാണ് നമ്മളെ ഒരു പ്രോബ്ലത്തിൻ്റെ കാരണങ്ങൾ. എന്തെല്ലാമാണ് നമ്മുടെ പ്രോബ്ലം? വാട്ട് ആർ ഓൾ അവർ പ്രോബ്ലംസ്? അവർ ഫസ്റ്റ് പ്രോബ്ലം ഈസ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. സോ let's come to first problem. That is what to produce. Say we have a resources, we have land. What to produce in that land? What are the uses of lands? We can cultivate agricultural goods, or again we can make factory. Again in that agricultural good we are having choices. We can either cultivate wheat, rice, paddy, or again we can use that land for cultivation of vegetables, fruits. എന്തും ആ ലാൻഡിൽ നിർമ്മിക്കാം. ആ ലാൻഡ് വേണമെങ്കിൽ നമുക്ക് അരി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, വീട്ടിനുണ്ടാകും. അല്ലെങ്കിൽ അരിയും വീറ്റും ഒരുമിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരുമിച്ചുണ്ടാക്കാം. വാട്ട് എവർ കോമ്പിനേഷൻ വി ക്യാൻ യൂസ് ദാറ്റ് ലാൻഡ്. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് കോഴ്സ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് ലാഭം ഉണ്ടാവുക, അല്ലെങ്കിൽ വിച്ച് വിൽ ഒപ്റ്റിമൈസ്, എന്താണ് നമ്മളെ സൊസൈറ്റിക്ക് ആവശ്യമുള്ളത്, എന്ത് ചെയ്താലാണ് നമുക്ക് ലാഭം ഉണ്ടാവുക, എന്ത് ചെയ്താലാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക. സോ ദീസ് തിങ്സ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വി ആർ ഹാവിങ്. വൈ കാൺ ബി എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള പ്രശ്നം എന്താ? എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല, നമുക്ക് അതിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല. സോ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണത്, എന്താണ് ലാഭമുള്ളത്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എഗെയിൻ
when we decided, say നമ്മൾ ഡിസൈഡ് ചെയ്തു say that we can produce rice or wheat, റൈസും വീറ്റ് റൈസ് ഓർ വീറ്റ് അല്ല റൈസ് ആൻഡ് വീറ്റ്, റൈസും വീറ്റും ഒരുമിച്ച് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ മാത്രം പോരാ, ഹൗ മച്ച് ക്വാണ്ടിറ്റി, ലൈക്ക് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. നമുക്ക് ലാൻഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ ലാൻഡിൽ മൊത്തം നമ്മൾ റൈസ് പ്രൊഡ്യൂസ് ചെയ്താൽ ചിലപ്പം വിറ്റ് പോകണമെന്നില്ല. ഒരു ഒപ്റ്റിമൽ എമൗണ്ടേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഡിമാൻഡുള്ള ഒരു എമൗണ്ട്. അതുപോലെ തന്നെ വീറ്റും മൊത്തം വീറ്റ് വിറ്റാൽ ചിലപ്പം വിറ്റ് പോവാതിരിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എക്കണോമി. ബട്ട് അതിൽ തന്നെ എത്ര വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര റൈസ് പ്രൊഡ്യൂസ് ചെയ്യണം, നമ്മളൊരു ഗുഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം നമ്മൾ തീരുമാനിച്ചു. എഗെയിൻ ആ തീരുമാനിച്ചതിൽ തന്നെ എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്തതാണ്, എത്ര അളവിൽ പ്രൊഡ്യൂസ്. കാരണം ഇവിടെ നമ്മളെന്താണ്, നമ്മുടെ തേർഡ് പ്രോബ്ലമാണ് എന്ത്, റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസ്. ഈ ആൾട്ടർനേറ്റീവ് യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ലാൻഡിൽ ഒരു ഒപ്റ്റിമലായിട്ടുള്ള സാധനം നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ആ ലാൻഡ് തന്നെ ഇനിയും ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അതായത് ആ ലാൻഡ് തന്നെ ആ വീറ്റ് കുറച്ചിട്ട് അരി കൂട്ടാം, അരി കുറച്ചിട്ട് വീറ്റ് കൂട്ടാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എങ്ങനെയും അതിൻ്റെ ഒരു കോമ്പിനേഷൻസ് കൂട്ടാൻ പറ്റും. സോ ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം, ഹൗ ടു പ്രൊഡ്യൂസ്. വി ഹാവ് ഡിസൈഡഡ്, സേ നമ്മൾ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു, റൈസ് ആൻഡ് വീറ്റ്. വാട്ട് ക്വാണ്ടിറ്റീസ് എന്നുള്ളത് എത്ര കിലോ ആവാം, പകുതിയും ആക്കിയിട്ട് ഒരു ജസ്റ്റ് ഒരു 50 കിലോ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പകുതിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള നമ്മൾ ആ ക്വാണ്ടിറ്റിയിൽ നമ്മൾ തീരുമാനിച്ചു. then comes the question, how to produce. what this exactly means, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അരി ഉണ്ടാക്കുന്നതിൽ ഡിഫറെൻറ്റ് വേസ് ഉണ്ടോ, അരിയും ഗോതമ്പും ഉണ്ടാക്കുന്നതിൽ വേറെ നൂതനമായ അല്ലെങ്കിൽ വേറെ വഴികളുണ്ടോ? ഡു വി ഹാവ് മെനി വേസ്? ബിക്കോസ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് ചോദിക്കുമ്പോൾ it means that there are so many ways to produce. So mainly we can say that there are so many ways. ഒരു മെത്തേഡ്, അതായത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ലേബർ ഇൻറ്റൻസീവ്. both of them capital intensive production, labor intensive production. ഈ വാക്ക് കേട്ട് പേടിക്കണ്ട, നമ്മൾ വിൽ ബി സ്റ്റഡി ചെയ്യുന്നത്. ഇത് സിമ്പിളാണ്, സിമ്പിൾ സാധനമാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ, ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ. ഞാൻ എക്സാമ്പിൾ പറയണം എന്ത് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത്. നമ്മൾ ഈ ലാൻഡിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റൻസീവ് എന്ന വാക്കിൻ്റെ അർത്ഥം തീവ്ര, അതായത് തൊഴിൽ തീവ്രമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ. ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ വളരെ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വി ഹാവ് ഡിസൈഡഡ് ടു കൾട്ടിവേറ്റ് റൈസ് ആൻഡ് വീറ്റ്. ഇഫ് യു ആർ ഹയറിങ് മോർ ലേബർ ടു പ്രൊഡ്യൂസ്, അതായത് ഞാറ് നടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിലം ഉഴാൻ വേണ്ടിയിട്ടും എല്ലാം നമ്മൾ ആളുകളെ ജോലിക്ക് വിളിക്കുകയാണ്. സോ വി ആർ ഹയറിങ് ലേബർ, മോർ ലേബർ ടു പ്രൊഡ്യൂസ് അവർ ഗുഡ്സ്, മീൻസ് ദാറ്റ് ഈസ് ലേബർ ഇൻറ്റൻസീവ്. ഇൻസ്റ്റെഡ് ഓഫ് ഹയറിങ് ദാറ്റ് പീപ്പിൾ, ഇഫ് യു ആർ യൂസിങ് ട്രാക്ടർ, നമ്മളൊരു ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുകയാണ്. അതായത് ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോൾ ഇത്ര ലേബർ വേണ്ട, അപ്പോൾ അതെന്താണ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. സോ വിച്ച് മീൻസ് ദാറ്റ് ലേബർ ആണ് കൂടുതലെങ്കിൽ, ലേബർ ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ, ലേബർ ക്യാപിറ്റലിനേക്കാളും കൂടുതലാണെങ്കിൽ ദാറ്റ് ഇസ് ലേബർ ഇൻറ്റൻസീവ്. ഇനി നേരെ തിരിച്ച്, ക്യാപിറ്റലാണ് ലേബറിനേക്കാളും കൂടുതലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. That's our choice how to produce. We can hire 10 to 15 people and cultivate our rice and wheat, or we can hire 2-3 people and use tractors and other big machineries to cultivate our land. അപ്പോൾ ഒരു മെഷീൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാം, നമ്മളെ അരിയും ഗോതമ്പും ഉണ്ടാക്കാം. സോ ദാറ്റ് ഇസ് സം ടെക്നിക്. ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ഷനും ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ്, അപ്പോൾ ഇതിലും ഒരു ചോയ്സ് ഉണ്ടാകും. കാരണം ഫോർ സം ചിലതിൽ നമുക്ക് മെഷീൻ വാങ്ങാനും ഭയങ്കര പൈസയാവും, അത് നമ്മളെ അടുത്തില്ല. സോ ആ സമയം നമുക്ക് ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ആയിരിക്കും ചിലപ്പോൾ നന്നാവുക. നമുക്കൊരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആകുമ്പോൾ എങ്ങനെയെങ്കിലും മെഷീൻസ് വാങ്ങിയാൽ നമുക്ക് എന്താക്കാം, മൊത്തത്തിലൊരു ഇതായിരിക്കും ബെനിഫിറ്റ് എന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് ക്യാപിറ്റൽ ഉപയോഗിക്കേണ്ടി വരും. സോ വി ഹാവ് ടു മേക്ക് എ ചോയ്സ് ബിറ്റ്വീൻ ദിസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ആൻഡ് ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ. സോ വേറെ രീതിയിലും ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ള എങ്ങനെയെല്ലാം ഉണ്ടാക്കാം. സോ സം മേ ബി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻസ് ഉപയോഗിച്ച്, ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിച്ച് ഉപയോഗിക്കാം. അങ്ങനെ
ഏത് രീതിയിൽ വെള്ളം നനയ്ക്കണം, എങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഈ ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ള ഒരു ഇത്. അതിപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറയുന്നത് ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ലേബർ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു പ്രൊഡക്ഷൻ. സോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, ലേബർ ഇൻറ്റൻസീവ്. ഇപ്പോൾ ആ വാക്ക് ഇൻറ്റൻസീവ് മീൻസ് തീവ്രമായ എന്നുള്ള ഒരു അർത്ഥമാണ്. സോ വെൻ ലേബർ ഈസ് മോർ ദാൻ ക്യാപിറ്റൽ വി സേ ദാറ്റ് ഈസ് ലേബർ ഇൻറ്റൻസീവ്. അതായത് ഒരു ട്രാക്ടറിന് പകരം 10-20 ആളെ നമ്മൾ ജോലിക്ക് വിളിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലേബർ ഇൻറ്റൻസീവ്. ആളെ കുറച്ച് നമ്മൾ ട്രാക്ടറും മറ്റ് മെഷീൻസും ഉപയോഗിക്കുമ്പോൾ ദാറ്റ് ഈസ് capital intensive. So that's the difference. Then comes to our third question, for whom to produce. ഇത് നമ്മൾ അലോക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2 പ്രോബ്ലംസ് ഉണ്ടെന്ന്. വി ഹാവ് വൺ പ്രോബ്ലം ഈസ് allocation of our resources. We have allocated our resources like rice and wheat. This നമ്മളിത് അലോക്കേറ്റ് ചെയ്ത് നമ്മുടെ റിസോഴ്സ് ലാൻഡ് എന്തിനു ഉപയോഗിക്കണം എന്നല്ലേ. ഇനി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രോബ്ലം ആണല്ലോ. സോ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തു, നമുക്ക് ലാൻഡ് കിട്ടി, എങ്ങനെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? നമുക്കറിയില്ല ആരാണ് ഡിസ്ട്രിബ്യൂഷൻസിലുള്ള ആളുകൾ, ആർക്കാണ് ഇത് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഗുഡ്സ് എങ്ങനെ മാർക്കറ്റിൽ വിൽക്കണം, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ രീതിയിലുള്ള ഒരു പ്രോബ്ലംസ്. അതാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഫോർ ഹൂം, ആരാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ, എത്ര ആളുകൾക്ക് വേണ്ടി ഇത് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വിൽക്കേണ്ടത്. സി എവറിത്തിങ് കനോട്ട് ബി സോൾഡ് ഇൻ മാർക്കറ്റ്. സംടൈംസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആർ നോട്ട് സോൾഡ് ഇൻ മാർക്കറ്റ്. അത് ഫ്രീ ആണ്, അപ്പോൾ അത് നമുക്ക് അങ്ങനെ അങ്ങ് വിൽക്കാൻ പറ്റില്ല. സോ ആർക്കെല്ലാം വേണ്ടി എപ്പോഴെല്ലാം, അതായത് ആർക്കെല്ലാം നമ്മളെ ഗുഡ്സ്, എന്തെല്ലാം ഗുഡ്സ് നമുക്ക് ഏതെല്ലാം രീതിയിൽ വിൽക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ വി ആർ സമ്മറൈസിങ്, വി സ്റ്റഡി ദാറ്റ് വി ആർ ഫേസിങ് 3 പ്രോബ്ലംസ്. ഈ 3 പ്രോബ്ലംസിൻ്റെ കാരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് നമ്മളൊരു ഡിസിഷൻ ഉണ്ടാക്കണത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. നമ്മുടെ റിസോഴ്സ് ലിമിറ്റഡ് ആയതുകൊണ്ട്. ദെൻ ഹൗ ടു പ്രൊഡ്യൂസ്, നമ്മൾ ഏത് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. സോ വാട്ട് കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്സ് വി ഹാവ് ടു അഡോപ്റ്റ്, വെദർ ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഓർ വെദർ ഇറ്റ് ഈസ് ലേബർ ഇൻറ്റൻസീവ്. ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. സോ റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് നീഡ്സ് അൺലിമിറ്റഡ് ആണ്, അതുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷനിൽ ഏർപ്പെടുത്തിയാൽ മതിയാവും. നമ്മൾ ലാൻഡ് ഉണ്ട്, ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. വാട്ട് ഹാപ്പൻസ്, അവർ നീഡ്സ് വോണ്ട് ബി സാറ്റിസ്ഫൈഡ്, റൈറ്റ്? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റില്ല. നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് വി ഹാവ് നീഡ്സ്, നമുക്ക് നീഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൊഡക്ഷനിൽ എൻഗേജ് ആയാൽ മതിയാവും. സോ വി ഹാവ് ടു ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ്. വി ആർ കമ്പൽഡ് ടു ഡിസൈഡ്, അല്ലെങ്കിൽ എന്താണ് വാട്ട് ടു പ്രൊഡ്യൂസ്. നമുക്ക് നീഡ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്താക്കാൻ വേണ്ടത്, ഈ ഒരു പ്രൊഡക്ഷനിൽ ഏർപ്പെടുത്തേണ്ടി വരുന്നത്. പിന്നെ ഹൗ ടു പ്രൊഡ്യൂസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര അളവിൽ എന്നുള്ള രീതിയിൽ നമ്മൾ റിസോഴ്സ്, രണ്ടാമത്തെ പ്രോബ്ലം ആയിരുന്നത് നീഡ്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സ് ആർ സ്കേഴ്സ്, ദിസ് റിസോഴ്സ് ആർ ഹാവിങ് ആൾട്ടർനേറ്റീവ് യൂസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റീസൺസ് ഫോർ ദിസ് പ്രോബ്ലംസ്. സോ ഈ ആൾട്ടർനേറ്റീവായിട്ട് റൈസും വീറ്റാണോ, അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ, ലേബർ ഇൻറ്റൻസീവ് ആണോ? ബിക്കോസ് ഈ ഒരു യൂസിന് കാരണം ഹും ടു പ്രൊഡ്യൂസ് എന്നത് ഡിസ്ട്രിബ്യൂഷൻ അലോക്കേഷൻ്റെ വിഷയമാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. Okay, so in this session we have studied the difference between microeconomics and macroeconomics. Micro, as we said, micro means small, macro means wide, big. Micro ഒരു ചെറിയ കാര്യത്തെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഒരു ചെറിയ ഇൻകം ഓഫ് എ പേഴ്സൺ എന്ന രീതിയിൽ സംസാരിക്കുന്നു. മാക്രോ ആസ് എ ഹോൾ, ഇൻകം ഓഫ് എ നേഷൻ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, എംപ്ലോയ്മെൻറ്റ്, GDP, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഒരു ഹോൾ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. മൈക്രോ ഒരു ചെറിയ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് എന്ന രീതിയിൽ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുന്നു. Then we discussed about how society behave. Everyone in the society is engaged in some kind of production of goods or services. എന്തെങ്കിലും ഒരു ഗുഡ്സ് ആൻഡ് സർവീസിലും എക്കണോമിയിലുള്ള എല്ലാവരും തന്നെ എൻഗേജ്ഡ് ആണ്. എവ്രി വൺ ഈസ് എ പ്രൊഡ്യൂസർ ആൻഡ് എവ്രി വൺ ഈസ് എ കൺസ്യൂമർ എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു, എല്ലാവരും കൺസ്യൂമിങ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. സോ ഇൻ ദിസ് പാർട്ട് ഓഫ് ദിസ് കൺസെപ്ഷൻ പ്രൊഡക്ഷൻ ദർ ഷുഡ് ബി എ സിങ്ക്, ഒരു മൊത്തത്തിലൊരു പൊരുത്തം ഉണ്ടാകണമെന്ന് നമ്മൾ പറഞ്ഞു. Then again we talked about that scarcity of resources leads individual to make choices. അതായത് റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് ചോയ്സസിലേക്ക് അവരെ നയിക്കുന്നു. ആൻഡ് ദേ ഹാവ് ടു ഒപ്റ്റിമൈസ് അവരുടെ റിസോഴ്സസ് ബെസ്റ്റ് പോസിബിൾ വേസിൽ യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. സോ അഗെയിൻ ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ എക്കണോമിക് പ്രോബ്ലംസ്. എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് പറയുന്നത്. ദ നീഡ്സ് ഓഫ് മാൻ ഇസ് അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സ് ഇസ് സ്കേഴ്സ് ആൻഡ് റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. അതായത് റിസോഴ്സ് അൺലിമിറ്റഡ് ആണെന്നും റിസോഴ്സ് അല്ല, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്, നീഡ്സ് ആർ അൺലിമിറ്റഡ് എന്നും റിസോഴ്സസ് സ്കേഴ്സ് ആണെന്നും. അഗെയിൻ ആ റിസോഴ്സിന് തന്നെ ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടാവുമെന്നും നമ്മൾ പറഞ്ഞു.
Again, then we discussed about what are the problems faced by economy, that what to produce and what number of quantities, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഹൗ ടു പ്രൊഡ്യൂസ്, വി ഡിസ്കസ് ലേബർ ഇൻറ്റൻസീവ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ വി നീഡ് ടു ഇംപ്ലിമെൻറ്റ്, വി നീഡ് ടു അഡോപ്റ്റ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തേണ്ടത് എന്നും നമ്മൾ ഈ ഒരു ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു.